സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് ആഗോളസഭയിലെ വിശുദ്ധ കുർബാനയിലുള്ള വചനങ്ങളിലൂടെ യേശു സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ മാത്രമാണ് രക്ഷ. പൂർണ്ണമായിട്ടും അവനിൽ ആശ്രയിക്കാൻ അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിലൂടെയുള്ള എല്ലാ അനുഗ്രഹവും കൃപകളും നമുക്കും ഏതൊരാൾക്കും ഈ ഭൂമിയിൽ ലഭിക്കുന്നത് അവൻ ആത്മാവായി നമ്മിൽ വസിക്കുമ്പോഴാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നതാണ്, അവൻ ആത്മാവായി മാറിയവനാണ്. ഭൂമിയിൽ മനുഷ്യനായി 2000-ലപ്പുറം വർഷങ്ങൾക്ക് വന്നവൻ കുരിശിൽ മരിച്ചിട്ട് ഉത്ഥാനം ചെയ്ത പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയിട്ട് ആത്മാവായി പരിശുദ്ധ ദൈവത്തിൻ്റെ മൂന്നാമത്തെ വ്യക്തിയായി പരിശുദ്ധാത്മാവായി ഇറങ്ങി വന്നുകൊണ്ട് അന്ന് തിരുസഭ സ്ഥാപിതമായി. പരിശുദ്ധാത്മാവ് തീജ്വാലയുടെ രൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് അന്ന് അവിടെ കൂടിയ 120 പേരുടെ തലയുടെ മുകളിൽ വന്നിട്ട് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ ജീവിതമാകെ മാറി, അവരുടെ കാഴ്ചപ്പാടുകൾ മാറി. അവർ ഇനിമേൽ ഭയത്തിന് അടിമകളല്ല. അത്രയും നാള് അവർ യഹൂദരെ ഭയന്ന് മുറിക്കുള്ളിൽ കയറി കതകടച്ചിരുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ, അവരുടെ ആത്മാവിനെ, അവരുടെ മനസ്സിനെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാനായി ആത്മാവ് അവരിലേക്ക് വന്നപ്പോൾ അതിനുവേണ്ടി കാത്തിരുന്നവരാണ്. ജെറുസലേമിൽ അന്ന് അനേകം 10,000-കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു. പെന്തക്കോസ്ത തിരുനാള് വിളവെടുപ്പ്, യഹൂദരുടെ വിളവെടുപ്പ് മഹോത്സവമാണ്. അത് ആഘോഷിക്കാനായി ലോകമെമ്പാടും എന്നുള്ള അനേക യഹൂദർ അവിടെ വന്ന് കൂടിയിരുന്നു. പക്ഷേ ഈ അപ്പോസ്തലർ ഒന്നി പറയുന്ന പോലെ 120 പേരാണ് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുക്രിസ്തു മനുഷ്യന് രക്ഷയ്ക്കായി വന്നുവെന്നും അവൻ കുരിശിൽ ബലിയായി അർപ്പിച്ചത് അത് ദൈവവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നുവെന്നും യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്നും കേട്ട പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധ ആത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവിൻ. ലോകമെങ്ങും പോകുവാൻ ആഹ്വാനം ചെയ്തു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ ആരും ഈ പട്ടണം വിട്ടു പോകരുത്, നിങ്ങൾ ആരും ജെറുസലേം വിട്ടു പോകരുത്. അതെ, അതിനുവേണ്ടി കാത്തിരിക്കാനായിട്ട് 2 പേരെ എമ്മാവൂസിലേക്ക് പോയി, 2 പേര് ഭയന്ന് ഓടിപ്പോകുന്നു. അവരുടെയും പുറകെ പോയി അവരെ തിരികെ യേശു ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഈ ജീവിതത്തിലെ ഉത്കണ്ഠകളും ഭയവും ഒക്കെ അല്ലെ, നമ്മൾ ഇന്ന് ഒരുപക്ഷെ യേശു എന്നെ സഹായിക്കുമോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റു പല വഴികളിലൂടെ ഒക്കെ പോകുന്നവരാണ്. ഞാൻ ഇങ്ങനെ കുറ്റം പറയല്ല. വിശുദ്ധരെയൊക്കെയും നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരുടെ ജീവിതം മാതൃകയായിട്ട് അനുകരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും അവരിലൂടെ പോയാലേ യേശുവിനെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് അറിയാതെ. നമ്മൾ വിശുദ്ധരെ സ്നേഹിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മാതൃകയായി അവർ ജീവിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ ഭൂമിയിൽ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും യേശു ക്രിസ്തുവിലൂടെ, അവൻ്റെ ആത്മാവിലൂടെയാണ്. രക്ഷയുടെ പൂർത്തീകരണം അവൻ ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ ഈ ലോക ജീവിതം തീരുന്നത് വരെയും നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് യേശുവിൻ്റെ ആത്മാവ് മാത്രമാണ്, പരിശുദ്ധാത്മാവ് മാത്രമാണ്. ആ ഒരു അറിവ് ഇതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. മറ്റു പല കാര്യങ്ങളുമുണ്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുവല്ലുന്നത്. പക്ഷേ ഇന്ന് സാത്താൻ നമ്മളെ ബലഹീനമാക്കിയെങ്കിൽ, സഭയെ ബലഹീനമാക്കിയെങ്കിൽ, വിശ്വാസികളെ ബലഹീനരാക്കിയെങ്കിൽ അതിൻ്റെ കാരണം ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടതാണ്. കുറ്റബോധവും എനിക്കതിനുള്ള യോഗ്യതയൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലൊന്നും വസിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു നടക്കുമ്പോൾ തീർച്ചയായും ദുഷ്ടാരൂപി ആ വ്യക്തിയുടെ ഉള്ളിൽ കയറും. കാരണം സാത്താൻ അവൻ നുണയനാണ്, നുണയുടെ പിതാവാണ്. ഏത് രീതിയിൽ ഒരു വ്യക്തിയുടെ ആത്മാവിനെ കീഴടക്കാനായിട്ട് റോമർ 7 പൗലോസ് പറയാൻ സാധ്യതയുണ്ട്. കാരണം നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്ന നന്മയിൽ ആഗ്രഹിക്കാതെ തിന്മ ഞാൻ ചെയ്തു പോകുന്നു. ഞാൻ ആഗ്രഹിക്കാതെ തിന്മയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപം അത്രയും. അപ്പം പാപം എന്ന് പറയുമ്പോൾ ഒരു നൗണായിട്ടാണ്, കുടികൊള്ളുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് സാത്താനെ കുറിച്ച് തന്നെയാണ്, ദുരാത്മാക്കളെ കുറിച്ച് തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ആത്മാവിനെ കീഴടക്കിയിട്ട് അവിടെ വസിക്കുകയാണ്.
ഭയത്തിന്റെ, അതാണ് റോമർ 8 പൗലോസ് പറഞ്ഞത്, നിങ്ങളെ വീണ്ടും പണ്ടങ്ങനെയായിരുന്നു, വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്, പിന്നെയോ ദൈവത്തെ അപ്പാ എന്ന് നിങ്ങൾ വിളിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന യേശു ക്രിസ്തു എങ്ങനെ അപ്പാ എന്ന് ദൈവത്തെ വിളിച്ചോ, അതുപോലെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ തന്നെയാണ് നാം കൂദാശകളിലൂടെ, ഇന്ന് തിരുസഭയിൽ മാമോദീസായിലൂടെ, ഓരോ കൂദാശയിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്, നമ്മുടെ കുറവുള്ളത് കൊണ്ട് യേശു നമ്മളെ അവൻ്റെ ഉള്ളിലാക്കി. പിതാവിൻ്റെ പ്രിയപ്പെട്ടവനായ യേശു നമ്മുടെ അശുദ്ധി മൂലം പിതാവിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും മക്കളായി നമുക്ക് പറ്റാഞ്ഞ സാത്താൻ നമ്മളെ അങ്ങനെ ആക്കി ഇട്ടത് കൊണ്ട് യേശു പാപികളായ നമ്മെ സ്വീകരിച്ചു. പാപികളെ തേടി വന്നവൻ, പാപികളെ അന്വേഷിച്ച്, പാപികളെ സ്നേഹിക്കുന്നവൻ അനുദപിച്ചുകൊണ്ട് അവൻ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ നമ്മളെ അവൻ്റെ ഉള്ളിൽ സ്വീകരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ നാം ആയിരിക്കുമ്പോഴാണ് നാം പിതാവിൻ്റെ ഉള്ളിൽ, അവർക്ക് വേറെ ആരുടെ ഉള്ളിലല്ല, പിതാവിന്. ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. ഈ ലോകത്തിൽ തനിക്ക് പ്രിയപ്പെട്ടതായി പറഞ്ഞ യേശുവിനെ മാത്രമാണ്. ആണ് യോഹന്നാൻ 14:20 ഈശോ പറഞ്ഞു, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളുടെ ഉള്ളിലും. ഇതാണ് രക്ഷാകരമായ വലിയ രഹസ്യം. പിതാവിൻ്റെ ഉള്ളിൽ യേശു എപ്പോഴുമാണ്, ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറിയിട്ടില്ല. പിതാവിൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശോ. അപ്പോൾ നമുക്ക് അവിടെ വരാനുള്ള യോഗ്യതയില്ല. അശുദ്ധിയും പാപവും കുറ്റബോധവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും വഞ്ചനയും വക്രതയും ഒക്കെയായി ഭൂമിയെ ജീവിച്ച നമ്മളെ, ഞാൻ കഴിഞ്ഞ യേശു നമ്മളെ മൊത്തമായിട്ടാണ് വിലയ്ക്ക് വാങ്ങിയത്. നമ്മളായിരുന്ന അവസ്ഥയും നമ്മുടെ സകല പാപങ്ങളും നമ്മുടെ മേലുള്ള സകല ശാപങ്ങളും നമ്മുടെ രോഗങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ്, അതുപോലെ മൊത്തമായിട്ടാണ് നമ്മളെ യേശു വിലയ്ക്ക് വാങ്ങി നമ്മളെ അവൻ്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിപ്പിച്ചു. യേശുവിൻ്റെ ഉള്ളിലേക്ക് തിരുസഭയിൽ വിശുദ്ധ കുർബാനയിൽ നടക്കുന്നതാണ്. നാം അവൻ്റെ ഉള്ളിലാവുകയാണ്. അവൻ്റെ ഉള്ളിൽ നാം ആകുമ്പോൾ നമ്മൾ ഒന്ന് ഹൃദയം തുറന്നാൽ മതി, നമ്മുടെ ഉള്ളിലേക്ക് അവൻ്റെ ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. നമ്മുടെ ജീവിതം അങ്ങനെയാണ് മാറുക. നമ്മളിത് അറിയണം. ഇതാണ് എൻ്റെ ഇതാണ് ഈശോനെ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. യേശു ദൈവപുത്രൻ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ പറഞ്ഞതാണ്. നമ്മളിത് അറിയണം. ഇന്ന് നമ്മളും സാത്താൻ നമ്മളെ ഇന്ന് ഭയത്തിനും ഈ ലോകമോഹങ്ങളൊക്കെ അടിമകളാക്കി ഇട്ടുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നാം യേശുവിൻ്റെ ഉള്ളിലും അങ്ങനെ നാം പിതാവിൻ്റെ ഉള്ളിലും യേശു നമ്മുടെ ഉള്ളിലൊക്കെ ആകുന്ന അവസ്ഥയിൽ നമ്മളെ മാറ്റി പല രീതിയിൽ നിർത്തിയിരിക്കും. നമ്മുടെ ഉള്ളിലെ വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും, ചിലരൊക്കെ മരിച്ചുപോയവരോട് പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. സാത്താൻ്റെ വലിയ ബന്ധനമാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ ആത്മാവിന് രക്ഷയില്ല. ഇത് പറയുന്നത് ആത്മാവിനാണ് പ്രിയമുള്ളവരെ. എന്ന് പറയുന്നത് വളരെ ബോധ്യത്തോടെയാണ്. നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും, എനിക്ക് പ്രവചന വരവുണ്ടെങ്കിലും ഭാഷാവരവുണ്ട്, ദർശനവരവുണ്ട്, രോഗശാന്തി വരവുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരവുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ, അതായത് യേശുവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഞാൻ പിതാവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അവസാനം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയും, ഓർക്കുന്നില്ലേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചു, എത്രയോ കൂട്ടായ്മകൾ ഒരുക്കി, എത്രയോ ധ്യാനങ്ങൾ ഒരുക്കി, എത്രയോ രോഗികളെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ സുഖപ്പെടുത്തി. നമ്മൾ അവൻ്റെ ഉള്ളിലല്ലെങ്കിൽ അവൻ പറയില്ലല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ശുശ്രൂഷരായി വേലക്കാരായി ദൈവവേല ചെയ്യാം. കർത്താവിന് വേണ്ടി രാവും പകലും അധ്വാനിച്ച് വേലക്കാരനെ പോലെ ജോലി ചെയ്യാം, ശുശ്രൂഷകനായി ജോലി ചെയ്യാം ദൈവവചനത്തിന് വേണ്ടി. പക്ഷേ ഞാൻ ദൈവ മകനായി മാറണം. കാരണം നമ്മൾ വീടിൻ്റെ അവകാശിയായി തീർന്നത് മക്കളാണ്, വേലക്കാരെല്ലാം. ശമ്പളം കിട്ടും, അവകാശം, നിത്യത, ദൈവപിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുമെന്ന് മത്തായി 5:41-46 വരെ ഈശോ പറഞ്ഞ വാക്യങ്ങളുണ്ട്. ദൈവമക്കളായി നമ്മൾ മാറണം.
ഇല്ലെങ്കിൽ സ്വർഗീയ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. മക്കൾക്കാണ് പ്രവേശനം. മക്കളാകുന്നത് ദൈവ ആത്മാവിനാൽ, റോമർ 8:14-15, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്. ദൈവ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അല്ലെ പുത്രിമാരാണ്. വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസിൽ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, നമ്മളിന്ന് ഇല്ലേ റോമിലൊക്കെ പോയപ്പോൾ കണ്ടു മാർപ്പാപ്പയുടെ ശവകുടീരൊക്കെ അവിടെ നിന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. പത്രോസ് പറയുന്നത് എന്താണ്? അവൻ്റെ നാമം യേശുവിൻ്റെ നാമമാണ്. പത്രോസ് പറയും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസും യോഹന്നാനും കൂടെ അന്ന് അപ്പസ്തോല പ്രവർത്തനം 3 സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ അടുത്തൊരു പോൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഒരിക്കലില്ലാത്ത യേശുവിൻ്റെ സ്വർഗാരോഹണം പന്തക്കോസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസും യോഹന്നാനും കൂടെ അങ്ങോട്ട് എന്തപ്പോൾ ഈ ജന്മനാ മുടന്തനായ മനുഷ്യനെ അവിടെ കണ്ടുകൊണ്ട് പത്രോസ് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. ഇതൊരു വലിയ മേഖലയാണ്. വെള്ളിയും സ്വർണമൊക്കെ കരുതി വെച്ചുകൊണ്ട് പോവാണ്. ഈശോ നമ്മുടെ കൂടെ ഇല്ല. മാർപ്പാപ്പ പറഞ്ഞ വാക്കാണ്, ആദ്യത്തെ മാർപ്പാപ്പാണ്. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താ? നസ്രായനായ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിന് ആത്മാവായി എനിക്കുള്ളത്, എനിക്ക് വെള്ളിയും സ്വർണവും നിനക്ക് ഭിക്ഷ തരാനാ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ ഞാൻ യേശുവിനെ നിനക്ക് തരുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. നമുക്ക് അനേകർക്ക് പല കാര്യങ്ങൾ കൊടുക്കണ്ടെന്ന്, തീർച്ചയായിട്ടും കൊടുക്കണം. നമ്മൾ സഹായിക്കണം, എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കണം. പക്ഷേ യേശുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. മറ്റെല്ലാവരെയും പോലെയാണ്, ഈ ലോകത്തിലുള്ള എല്ലാവരെയും പോലെയാണ്. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലുള്ള, എനിക്ക് ഉള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്കുണ്ടോ? ഇതെല്ലാം ചിന്തിച്ചില്ലേ? യേശു എൻ്റെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്, പൈതലാണ്. അതിനപ്പുറം വേറൊന്നും ഇല്ല. പറയുന്നവരെ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താ പറഞ്ഞു? നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ആമേൻ, ഹല്ലേലൂയ. അതൊക്കെ പത്രോസല്ല, യേശുവാണ്. പത്രോസ് പറയുന്നില്ല ഞാൻ കൽപ്പിക്കുന്നു. പത്രോസ് എൻ്റെ ഉള്ളിലുള്ള യേശുവിൻ്റെ ആത്മാവ് നിന്നോട് കൽപ്പിക്കുന്നു. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് സഹായിച്ചവൻ. അവന് വിശ്വാസമൊന്നുമില്ല, ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ആത്മാവ് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളെയും, നമ്മുടെ ജീവിതത്തിന്റെ കോശങ്ങളെ സൗഖ്യമാക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ആത്മാവ് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, അനേക ജീവിതങ്ങളിലെ യേശുവിൻ്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നമ്മൾ വിശ്വസിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവായി. അവൻ എഴുന്നേറ്റ് നടന്നു. ഇത് കെട്ടുകഥയല്ല, ഇത് നടന്ന സംഭവമാണ്, എഴുതി വെച്ചിരിക്കുന്നത്. പത്രോസ്ലിയ നടന്നും കുതിച്ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. ജനമെല്ലാം ഇത് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതും അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിന്റെ സുന്ദരകവാടത്തിൽ ഭിക്ഷ അയച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. ഇവൻ പത്രോസും യോഹന്നാനും എന്തോ വലിയ സംഭവമാണെന്ന് ഇവര് കരുതിയിട്ട് പത്രോസിന്റെ കൈകളിലൂടെ അല്ലെ യോഹന്നാന്റെ കരങ്ങളിലൂടെ എന്തോ വലിയ സംഭവിച്ചു, അവരിപ്പോൾ എന്തോ ആണെന്ന് വിചാരിച്ചു ജനങ്ങളെല്ലാം അവരുടെ ചുറ്റും കൂടി. പത്രോസ് പറഞ്ഞു, ഇതാണ് നമ്മുടെ മനോഭാവം ഉണ്ടായിരിക്കണം. ഇങ്ങനെ അവർ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ അവൻ സൗഖ്യപ്രാപിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം ആശ്ചര്യപ്പെട്ടു. സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനാ ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മളീ പറഞ്ഞ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ നിരന്തരം നമ്മൾ ഏറ്റുപറയുന്ന ആ ദൈവം, അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം,
നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. അവനെ ക്രൂശിക്കുക എന്ന് അവനെ നിലവിളി ആർത്തട്ടഹസിച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനായവനെ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഇനി പറഞ്ഞ കാര്യമാണ് അപ്പോസ്തലർ 3:16 പറയണം. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. പത്രോസ് പറയാണ്, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടുക. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറയുന്നത് നമ്മളിത് അറിയേണ്ട കാര്യമാണ്. നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് രക്ഷ കിട്ടുക, സൗഖ്യം കിട്ടുക, വിടുതൽ കിട്ടുക എന്ന് ഒറ്റ കാര്യമുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ. അതിനുവേണ്ടി നമ്മളിന്ന് തീരുമാനം എടുക്കണം. പല കാര്യങ്ങളും ഒന്നും യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. സ്നേഹം മാത്രം മതി. ദൈവസ്നേഹവും പരസ്നേഹവും നമ്മുടെ ഉള്ളിൽ നിറച്ചാൽ മതി. അവൻ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. കാരണം എന്താ? അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. അവൻ്റെ വീടാണ് നമ്മൾ മേടിച്ച വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത്. അവൻ നമ്മുടെ കാൽവരിയിൽ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ ആത്മാവിൽ വസിക്കാൻ എത്രയോ പ്രാവശ്യം നമ്മുടെ ഹൃദയവാതിൽ അവൻ മുട്ടി വിളിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അവൻ എൻ്റെ ഉള്ളിൽ, അത് അടുത്ത ആളുടെ വീട്, മാർപ്പാപ്പായുടെ ഉള്ളിലായിരിക്കും, അല്ലെ ഞങ്ങളുടെ പള്ളിയിലെ വികാരിച്ചൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെ മെത്രാൻ്റെ ഉള്ളിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അല്ല, നമ്മുടെ ഹൃദയ കവാടം എത്രയോ പ്രാവശ്യം അവൻ മുട്ടി വിളിച്ചു. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ നമ്മുടെ ആത്മാവില് വെളിപാട് 3 തവണ ഈശോനെ കണ്ടാലും ഞാനിതാ വാതിക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. പോയിട്ടില്ല, അവിടെ നിൽക്കുകയാണ് എപ്പോഴും. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ കടന്നു വരും. നമ്മുടെ ആത്മാവിലേക്ക് ഞാൻ അവനെ എന്നോടൊപ്പം ഇരുത്തും. അവൻ എന്നോടൊപ്പം, ഞാൻ അവനോടൊപ്പം ഭക്ഷണം കഴിക്കും. അവൻ എന്നോടൊപ്പവും ഭക്ഷണം കഴിക്കും. വിജയം വരിക്കുന്നവനെ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് എന്നോടൊപ്പം ഞാൻ ഇരുത്തുമെന്ന്. അവൻ ആത്മാവായി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വരാൻ, അല്ലേ, എത്രയോ നാളായി രാവും പകലും മുട്ടി വിളിക്കുകയാണ്. ഓരോ പ്രാർത്ഥനയിലും അവൻ്റെ മുട്ടിവിളി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കഴിയുമ്പോൾ നമ്മുടെ വഴിക്ക് നമ്മൾ പോകും. അവൻ ഇന്ന് നമ്മുടെ ഹൃദയവാതിലിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. എന്നോർത്ത് നോക്കി, നമ്മുടെ ഉള്ളിൽ വസിക്കാനാണ് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച് സ്വന്തമാക്കിയത്. നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കുന്നെങ്കിൽ പറഞ്ഞില്ല, ഉള്ളെന്ന് തുറന്നാൽ ഉള്ളിൽ ഞാൻ വരാം. എല്ലാ അനുഗ്രഹങ്ങളും സൗഖ്യം നമ്മളത് വിശ്വസിക്കണം. നമ്മുടെ ഈ ലോകം സാത്താൻ്റെ നുണ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്ക് യാതൊരു യോഗ്യതയൊന്നുമില്ല കേട്ടോ, അതിനുള്ള യോഗ്യതയൊന്നും. ഇങ്ങനെ നിരന്തരം സാത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ. ഉത്കണ്ഠ, ആകുലത, നിരാശ, കുറ്റബോധം. അതിനപ്പുറം നമ്മൾ ഉയരണം. ഇല്ല, എൻ്റെ യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി എൻ്റെ സകല പാപങ്ങളെ ഉത്തരവാദിത്വം മുഴുവൻ എന്നെ ഏറ്റെടുത്തു. എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ സകല പാപങ്ങളും, എന്നെ വേദനിപ്പിച്ചവരുടെ സകല പാപങ്ങളും യേശു ഏറ്റെടുത്താണ്. ഈ ഭൂമിയിൽ ഏറ്റെടുക്കാത്ത ഒന്നുമില്ലാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. കുരിശിൽ അവനത് പൂർത്തിയാക്കി. പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 19:27-30 വരെയുള്ള വചനം ഈശോ പറഞ്ഞു. എല്ലാം പൂർത്തിയായിരിക്കും, ഞാനത് ചെയ്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ യേശു 2000 വർഷം മുമ്പ് പരിഹരിച്ചു കഴിഞ്ഞതാണ്. നമ്മളത് വിശ്വസിക്കണം. ഇന്ന് അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നാം അനുവദിച്ചാൽ മാത്രം മതി. കാൽവരിയിൽ അവൻ, ഞാൻ പലപ്പോഴും പറഞ്ഞു, കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി മേടിച്ചു തന്നത്, പിതാവിനോട് മേടിച്ചു തന്നത്, നമുക്ക് കൊണ്ടുത്തരുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു. ആമസോണിൽ നിന്നോ ഏതെങ്കിലുമൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞെല്ലൊക്കെ വരാറുണ്ടല്ലേ. അത് കൊണ്ടുത്തരുന്നത് പരിശുദ്ധ യേശു നമുക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ഇന്ന് കൊണ്ടുത്തരുന്നത് സഭയിലൂടെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുത്തരുന്നത്. റോമർ 5:5 ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് സഹായകൻ, ശക്തി പ്രദാനം ചെയ്യുന്നവൻ, സൗഖ്യദായകൻ, അനുഗ്രഹം നൽകുന്നവൻ. പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ കൂടെ നിരന്തരം 24/7 365 ഡേയ്സ്. കാരണം എന്താ? അവന് നിരന്തരം നമ്മൾ യേശു ഓരോ ദിവസവും അനുദിനം ആവശ്യമുള്ള കാര്യങ്ങളെ അനുദിനം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. അതായത് യേശു നാമത്തിലെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടുന്നില്ല. കാരണം അവനാണ് ഡെലിവറി ചെയ്യുന്നത്. യേശു ഓർഡർ ചെയ്തത്
ആമസോണിൽ ഓർഡർ ചെയ്ത് വേറെങ്കിലും കൂരിയർ കമ്പനിയോ അല്ലെങ്കിൽ UPS പോസ്റ്റ് ഓഫീസോ കൊണ്ട് ഡെലിവറി ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് യേശു നമുക്ക് വേണ്ടി പിതാവിനോട് കുരിശി കിടന്നുകൊണ്ട് ഓർഡർ ചെയ്ത ആ രക്ഷ, അനുഗ്രഹം, സൗഖ്യം എന്തുമാകട്ടെ, സമാധാന, സ്നേഹം അത് കൊണ്ടുതരുന്നത്, ഡെലിവറി ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ നിരാകരിക്കുന്നത്. രക്ഷയുടെ എഫെസ്യസ് 4:30 പൗലോസ് പറഞ്ഞത്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതേ. പറയണം, എൻ്റെ ആത്മാവിലേക്ക് വന്നുകൊണ്ട് യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ നേടിയ അനുഗ്രഹം, സൗഖ്യം, മക്കൾക്ക് വേണ്ടി എന്തുമാകട്ടെ, നീ എൻ്റെ ആത്മാവിലേക്ക്, ഞാൻ നിന്നെ വിളിക്കുന്നു, സ്വീകരിക്കുന്നു, എൻ്റെ ആത്മാവിൽ നീ വന്ന് വസിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒന്നാമത്തെ വായന ഇതാണ്. ഞാൻ ഇത്രയും പറഞ്ഞു. ഒന്നാമത്തെ വായന ഒരു വലിയ പ്രയോജനമായിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഹെബ്രായർ 7 ഇങ്ങനെ പറയാണ്, 25 തന്നിലൂടെ, യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർ, നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം ഈ വചനം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അവന് കഴിവില്ലാത്തവനൊന്നുമല്ല. അവന്റെ നാമത്തിൽ, എൻ്റെ ഈശോയെ, നീ കാൽവരിയിൽ എനിക്ക് വേണ്ടിയ പ്രശ്നം ഏറ്റെടുത്തതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും എൻ്റെ ആത്മാവിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തോ ലഭിക്കുമെന്ന് മർക്കോസ് 11:24 ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുവിൻ. ഇത് വലിയൊരു മേഖലയാണ്. പരിശുദ്ധാത്മാവിന് കടന്നു വരാനായിട്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹമെന്നൊരു, വെള്ളത്തിലെ മീനിന് നീന്താൻ പറ്റുള്ളൂ, വെള്ളത്തിലെ മീൻ ശ്വസിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലേ, സ്നേഹാരൂപിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും, ആരോടെങ്കിലും നമുക്ക് വാശിയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല. നമ്മുടെ ഉള്ളിലെ വെറുപ്പിലും വിദ്വേഷത്തോടെ ആ സ്നേഹം ചോർന്നു പൊക്കണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശ്വാസം മുട്ടും, അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമ്മുടെ ഉള്ള വേണ്ട പോകരുതേ, ഞാനിതാ നിനക്കാ ഒരു പൂമണ്ഡപം ഒരുക്കിക്കൊള്ളാം, വാ വാ യേശുനാഥ, എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ ഒരുക്കിക്കൊള്ളാം. സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുമ്പോൾ അവൻ വന്ന് വസിക്കുകയോടെ, ത്രിത്വിക ദൈവം വസിക്കും. എൻ്റെ വചനങ്ങൾ നിങ്ങൾ പാലിക്കുന്നെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. യോഹന്നാൻ 14:23 എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾ പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. ഞങ്ങൾ പിതാവും പുത്രനും നിങ്ങളിൽ വന്ന്, നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ വാക്കാണ്. യേശു യോഹന്നാൻ 14:23 നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. ആമേൻ 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 ആമേൻ. നമ്മുടെ ആരുടെ യോഗ്യതയല്ല, അവൻ കാൽവരിയിൽ നേടിയ യോഗ്യതയാണത്. അവൻ എന്നേക്കും ജീവിക്കുന്നവനാ അവൻ, അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മാധ്യസ്ഥൻ. ദൈവജീവിത ഞാൻ പറഞ്ഞില്ലേ, ആ വെളിപാട് 5 നോക്കിയാൽ കാണാം. വെളിപാട് കൊല്ലപ്പെട്ട കുഞ്ഞാട് ആ ശരീരത്തിലെ ഓരോ മുറിവുകളും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്നൊരു പ്രാർത്ഥന യേശു നാമത്തിൽ എന്ന് പറഞ്ഞ് അർപ്പിക്കുക. പത്രോസ് പറഞ്ഞപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശു അതിനുവേണ്ടി സഹിച്ച ശരീരത്തിലെ മുറിവ് പിതാവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പ പത്രോസ് പറയുന്ന ആ രോഗി സൗഖ്യപ്പെടുവാനുള്ള എല്ലാ, കാരണം അവന് വേണ്ടി, ആ രോഗിക്ക് വേണ്ടി ഏറ്റ മുറിവുകളാണ് എൻ്റെ ഈ കാണുന്ന ഈ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ പിതാവ് അതെ 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 എന്ന് പറയുകയാണ്. ഇന്നും അത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ഭൂമിയിൽ മനുഷ്യങ്ങളുള്ളിടത്തോളം കാലം, ഭൂമിയിൽ തിരുസഭയിലുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞാൽ അവൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും, അവൻ അധികാരത്തോടും മഹാപ്രതാപത്തോടും കൂടി എഴുന്നള്ളി വരുന്നത് വരെയും അവൻ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാടാണ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട്. ഭൂമിയിൽ തിരുസഭയുള്ളിടത്തോളം കാലം തിരുസഭയുടെ ഓരോ കാര്യങ്ങളുടെയും മൂല്യം അവനാണ്. പിതാവിന്റെ വലത്തുഭാഗം നിൽക്കുന്ന മുറിവേറ്റ രക്തമൊലിക്കുന്ന യേശുവിന്റെ ആ സാന്നിധ്യമാണ്. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.